السلام عليكم ورحمة الله. حمدا يوافي نعمه ويكافي مزيده. نحمده ونصلي ونسلم على سيدنا وحبيبنا محمد صلى الله عليه وعلى آله وأصحابه وأهل بيته ومن تبعهم بإحسان إلى يوم الدين. ثم أما بعد، فأعوذ بالله السميع العليم من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم. صدق الله العلي العظيم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സക്കീനത്തിൻ്റെ മാലാഖമാരിറങ്ങുന്ന, അവൻ്റെ റഹ്മത്തിറങ്ങുന്ന ഒരു മജ്ലിസായി ഈ മജ്ലിസിനെ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ഇത് ഞാൻ പറഞ്ഞതല്ല, ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാണ്. തറാവീഹ് നമസ്കാരത്തിന് ഒരു ജമാഅത്തും അതിനൊരു ഇമാമും ഒക്കെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വർത്താനാണ് നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി. ആളുകളെ തറാവീഹിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കാൻ, ലൈലത്തുൽ ഖദറിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കാൻ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്നതൊക്കെ നല്ലതാണ്. എന്നതുപോലെ മുഹറം എന്നതാണ് നമ്മുടെ വർഷത്തിൻ്റെ ആരംഭം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുള്ള നല്ലൊരു ഇന്നോവേഷൻ ആണിത്. ഇസ്ലാമിക ഭാഷയിലുള്ള ബിദ്അത്തല്ല. നമ്മുടെ വർഷം ആരംഭിക്കുകയാണ്, ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധവൽക്കരണം, ഒരു മസ്ലഹത്ത് അതിലുണ്ടെങ്കിൽ വളരെ നല്ല ബിദ്അത്താണിത് എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വിശുദ്ധ ഖുർആൻ പ്രത്യക്ഷീകരിക്കുന്ന ഒരു കലണ്ടറുണ്ട്. അത് നമ്മുടെ സ്വാഗത പ്രഭാഷകൻ പറഞ്ഞ അദ്ദീനുൽ ഖയ്യിം, മവാഖീത്തുൽ ലിന്നാസ് എന്നൊക്കെ പറഞ്ഞ കലണ്ടറാണ്. കഴിഞ്ഞ നമ്മുടെ പ്രവർത്തക സംഗമത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വേണ്ടപ്പെട്ട ഒരു പ്രവർത്തകനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് കലണ്ടറിന് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കുന്നു എന്നാണ്. വാസ്തവത്തിൽ കലണ്ടറിന് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കിയതല്ല, ഉണ്ടായതാണ്. ഹുദൻ ലിന്നാസ് പറയാൻ ആളുകളുണ്ട്, അതിന് സംഘടനകളുടെ ആവശ്യമില്ല. ഉഖ്രിജത്ത് ലിന്നാസ് പറയാൻ സംഘടനകളുണ്ട്, അതിന് പ്രത്യേകം ഇനിയൊരു സംഘടനയുടെ പ്രസക്തി തന്നെയില്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ പറയാനും ആളുകളുണ്ട്, സംഘടനകളുണ്ട്, ഇനി അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മൂന്നാമത്തെ ഒരു സംഗതി ഉണ്ടല്ലോ വിശുദ്ധ ഖുർആനിൽ. അതേ പ്രയോഗത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ മവാഖീത്തുൽ ലിന്നാസ്, ജനങ്ങളുടെ കാലനിർണയമാണിത് എന്ന് ഖുർആൻ പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് പറയാൻ ഒരാൾ വേണ്ടേ? ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന് പറയുന്ന ചർച്ച നടന്നിടത്ത് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് അതാണ്. ഇവർ ഹുക്കുമിനെ വേറെ ഏതോ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ അത് ഊന്നിപ്പറയാൻ ഒരാൾ വേണ്ടേ? മവാഖീത്തുൽ ലിന്നാസ് ലോകത്തുള്ള എല്ലാ മതസംഘടനകളും എസ്റ്റാബ്ലിഷ്ഡ് പ്രസ്ഥാനങ്ങളും തീരെ പരിഗണിക്കാതിരിക്കുമ്പോൾ, കണ്ടാലൊന്ന് എന്ന് പറയുന്ന ഒരവസ്ഥയിലുള്ള ഒരു തസാഹുൽ, ഒരു ലാഘവത്വം നമ്മുടെ കലണ്ടറിനോട് പുലർത്തുമ്പോൾ, അങ്ങനെയല്ല, നമുക്ക് സ്വന്തമായൊരു കലണ്ടർ ഉണ്ട് എന്ന് ആത്മവിശ്വാസത്തോടുകൂടി സമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ ഒരു ചെറിയ സംഘമെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട്. ഡൂബത്തെ ഹുവേ സൂരജനെ പൂച്ച കൊയ് മേരി ജഗാലേ, ജഗ്മഗാത്തെ ഹുവേ ജുഗ്നൂനെ കഹാ കോഷിഷ് കരൂംഗമൈ. അസ്തമിക്കുന്ന സൂര്യൻ വിളിച്ചു ചോദിച്ചു എന്നാണ്, ആരെങ്കിലും എൻ്റെ സ്ഥാനത്ത് നിൽക്കാനുണ്ടോ? അപ്പോൾ അസ്തമിക്കുന്ന അങ്ങേ തലക്കൽ നിന്നും ദിഗന്ധത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്നും
ഒരു മിന്നാമിനങ്ങ് വിളിച്ചു പറഞ്ഞു എന്നാണ്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ആരും പറയാതിരിക്കുന്ന ഒരു മേഖല, തമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയെക്കുറിച്ച്, അള്ളാൻ്റെ ഷആയിർ എന്ന് നമുക്ക് ബോധ്യമുള്ള ഒരു സംഗതിയെക്കുറിച്ച് നമ്മളെങ്കിലും പറയേണ്ടതില്ലേ? വമൻ യുഅള്ളിം ശആയിറ അല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആ അർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ വീണ്ടെടുപ്പിന്, താരീഖ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അറബി ഭാഷയിൽ തൗരിയ എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ശ്ലേഷം, കൊണൊട്ടേഷൻ എന്നാണ് അതിൻ്റെ പേര്. ചരിത്രം എന്നും തീയതി എന്നും അർത്ഥമുണ്ട് താരീഖിന്. നമ്മുടെ തീയതി എന്തുകൊണ്ട് ശരിയാകുന്നില്ല? നമ്മുടെ ചരിത്രം നമ്മൾ മറന്നത് കൊണ്ടാണ്. യാ ഉമ്മത്തൻ നസിയത് താരീഖ. അഹമ്മദ് ഷൗഖി അദ്ദേഹം ഒരു വിദ്യാർത്ഥി സമൂഹത്തോട് പറഞ്ഞ വർത്താനാണ്. യാ ഉമ്മത്തൻ നസിയത് താരീഖ. സ്വന്തം ചരിത്രം മറന്ന, സ്വന്തം തീയതി മറന്ന സമൂഹമേ. ഇത്ര ഇവിടെ ഉണ്ട്, അൽഹംദുലില്ലാ, ഇവിടെ ഉണ്ടാവും എന്ന് തോന്നണില്ല. പുറത്ത് നമ്മുടെ ഉമ്മത്തിനെ പ്രതിനിധീകരിക്കുന്ന കോടാനുകോടി മനുഷ്യന്മാരുണ്ട്. അവരോട് ഇന്നത്തെ ദിവസം ചോദിച്ചു നോക്കും, അവർക്കറിയില്ലുണ്ടാവില്ല. പക്ഷേ കൃത്യമായി അവർ ജനുവരി 1 ആഘോഷിക്കുന്നുണ്ടാവും. അവരുടെ ബർത്ത്ഡേകൾ ആഘോഷിക്കുന്നുണ്ടാവും. അവരുടെ കല്യാണത്തിൻ്റെ വാർഷികങ്ങൾ ആഘോഷിക്കുന്നുണ്ടാവും. മക്കളുടെ വാർഷികങ്ങൾ, അവരുടെ ബർത്ത്ഡേകൾ ആഘോഷിക്കുന്നുണ്ടാവും. ഇതിനെ കുറിച്ച് അവർക്കറിയില്ല. എന്താണ് നമ്മുടെ തീയതി? ഇന്നെത്രയാണ് നമ്മുടെ തീയതി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുമ്പോൾ ഇബ്നു ഹിഷാം, തബരി പോലെയുള്ള തഫ്സീർ കിതാബുകളിലെല്ലാം, അവരുടെ എല്ലാം താരീഖിൻ്റെ ഗ്രന്ഥങ്ങളിലും തഫ്സീർ ഗ്രന്ഥങ്ങളിലുമെല്ലാം പറയുന്നൊരു പ്രയോഗമുണ്ട്. ഖലൗന ലിഖംസിൻ ഖലൗന മിൻ ശഅബാൻ ലിസിത്തിൻ ഖലൗന മിൻ ശവ്വാൽ. 5 ദിവസം ബാക്കി നിൽക്കേ. ഇതെങ്ങനെയാണ് 5 ദിവസം ബാക്കി നിൽക്കേ അവരെങ്ങനെ അറിഞ്ഞിരുന്നു? കണ്ടാലൊന്ന് എന്നതല്ലേ നമ്മുടെ പാരമ്പര്യം? കണ്ടാലൊന്ന് എന്ന് പറയുന്ന ജഹാലത്ത്, അത് ഒരു പക്ഷേ ഖിലാഫത്ത് റാഷിദയുടെ അവസാനം മുതൽ ഇസ്ലാമിക ചരിത്രത്തിലുണ്ടായതാണ്. താഹ ജാബിറുൽ ഉലുവാനി സിറിയൻ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് വാസ്തവത്തിൽ ഇഖാമത്തുൽ അയാത്ത്, പെരുന്നാളുകളുടെ സംസ്ഥാപനം, ഇഖാമത്തുൽ ജുമുഅ വൽ അയാത്ത്, ജുമുഅകളും പെരുന്നാളുകളും ആഘോഷിക്കേണ്ടത് ഖലീഫയാണ് പ്രഖ്യാപിക്കേണ്ടത്. ഖലീഫ എന്ന് പറയുന്ന ഒരു ഉട്ടോപ്യ തന്നെ ഇല്ലാതാവുകയും, അങ്ങനെ ഒരു സങ്കല്പം തന്നെ ഇല്ലാതാവുകയും ചെയ്തപ്പോൾ ഓരോ നാട്ടിലും ഞാൻ തന്നെ ഖലീഫ എന്ന് ഓരോ നാട്ടിലെയും മുസ്ലിം നേതാക്കന്മാർ പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവരുടെ മഹല്ലുകളിൽ അല്ലെങ്കിൽ അവരുടെ അധികാരപരിധിയിൽ ഒരു പെരുന്നാൾ, എനിക്കും വേണ്ട ഒരു പെരുന്നാൾ. അങ്ങനെ ഓരോ പെരുന്നാളുകൾ ഉണ്ടായത് അധികാരത്തിൻ്റെ ഭാഗമാണ്. അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ഓരോരുത്തരും അവശേഷിക്കുന്ന ഭൂമികയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ പെരുന്നാൾ ഇന്നാണ് എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. നമ്മളുടെ പെരുന്നാൾ ഇന്നാണ് എന്ന് പറയുന്ന അവസ്ഥ. അങ്ങനെ അവസാനം നമ്മളിപ്പോൾ കണ്ട വലിയ പെരുന്നാളിൻ്റെ അവസ്ഥയിലേക്ക് എത്തി. 3 പെരുന്നാൾ. സൂറത്ത് റൂം പഠിക്കുന്ന ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് ഈ ഒരു നാണം കെട്ട അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ലാ യസ്തഖിഫന്നക അല്ലദീന ലാ യുഖിനൂൻ ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വലാ യസ്തഖിഫന്നക അല്ലദീന ലാ യുഖിനൂൻ. അല്ലാഹുവിൻ്റെ കരാർ, അവൻ്റെ വഅദ് വരാനിരിക്കുന്നു, അത് വരിക തന്നെ ചെയ്യും. വിശ്വാസമില്ലാത്ത ആളുകൾ നിന്നെ കളവാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അപ്പോൾ ഇന്ന് നമ്മുടെ സംസാരത്തിൽ ഊന്നാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തിലെ കലണ്ടർ എന്താണ് എന്നാണ്. കലണ്ടർ എന്ന് പറയുന്ന പദം അതൊരു ലാറ്റിൻ പദമാണ്. കലണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റ് എന്നാണ് അർത്ഥം. ഒരു മാസത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ പാലിൻ്റെ പറ്റ് തീർക്കും, അതുപോലെ തന്നെ പത്രത്തിൻ്റെ പറ്റ് തീർക്കും. മിക്കവാറും അത് നമ്മൾ മനോരമയുടെ കലണ്ടറിലാണ് എഴുതാറുള്ളത്. നെക്സ്റ്റ്, അങ്ങനെ എഴുതുന്ന സാധനത്തിന്
മാസത്തിൻ്റെ ആരംഭത്തെ രേഖപ്പെടുത്തുന്ന പുസ്തകം എന്നുള്ള അർത്ഥത്തിലാണ് കലണ്ടേ എന്ന് പറഞ്ഞിരുന്നത്. ഈ ലാറ്റിൻ പദത്തിൽ നിന്നാണ് കലണ്ടർ എന്ന് പറയുന്ന പദമുണ്ടായത്. അത് ലാറ്റീനാണ്, നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നാൽ നമ്മുടെ ഭാഷയിൽ, വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയിൽ കലണ്ടർ എന്നതിന് തക്വീം എന്നാണ് പറയുക. തക്വീം എന്ന് പറഞ്ഞാൽ നമ്മെ ചൊവ്വാക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തിൻ്റെയും ഒന്നറിഞ്ഞാലാണ് നാം നമ്മുടെ സ്വഭാവം നന്നാക്കാൻ പറ്റുള്ളൂ. അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ച കുറച്ച് സുന്നത്തുകളുണ്ടല്ലോ. അയ്യാമുൽ ബീദ് എന്നാണ് എന്നെപ്പോഴാണ് അറിയുക? ഒന്നിനാണ് അറിയുക. അപ്പോൾ ഒന്നറിയാൻ വേണ്ടത് അവസാനത്തെ 0 അറിഞ്ഞിരിക്കണം. 0 എന്താണ് എന്നറിയാൻ ബാക്കിയുള്ള ദിവസങ്ങൾ അഹില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ മറ്റു മനാസിലുകളും അറിഞ്ഞിരിക്കണം. ഹിലാൽ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കാത്തൊരു പ്രയോഗമാണ്. ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത് അഹില്ല എന്നാണ്. അബാബീൽ എന്നതുപോലെ ഒരു ഇസ്മുൽ ജിൻസ് ആണത്. അതിൻ്റെ ഏകവചനം എന്ത്? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അബാബീൽ പോലെ അതൊരു നാമപദമാണ്, അതൊരു ജിൻസിനെ സൂചിപ്പിക്കുന്ന, ഒരു വർഗത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ 1 മുതൽ അവസാനം വരെയുള്ള ഡേ 1 മുതൽ ഡേ 0 വരെയുള്ള എല്ലാ മനാസിലിനും പറയുന്ന പേരാണ് ഹിലാൽ. അപ്പോഴാണ് നമ്മുടെ മാസത്തിൻ്റെ കൃത്യത ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ കർമ്മങ്ങൾക്ക് ഒരു കൃത്യത, അതിനെയാണ് തഖ്വീം എന്ന് പറയുന്നത്. നമ്മുടെ കർമ്മങ്ങളെ കൃത്യപ്പെടുത്തുക. ഇന്നലെ ഒരു അമൽ ചെയ്തു, അത് ഇന്നലത്തെ അമലാണ്. ഇന്നത്തെ അമൽ ഇന്നാണ് ചെയ്യേണ്ടത്. വെള്ളിയാഴ്ചത്തെ അമൽ വെള്ളിയാഴ്ചയാണ് ചെയ്യേണ്ടത്. റമളാനിലെ അമൽ റമളാനിലാണ് ചെയ്യേണ്ടത്. ശവ്വാൽ 1 അമൽ ശവ്വാൽ 1 ചെയ്യേണ്ടത്. ദുൽഹജ്ജ് 10 അമൽ ദുൽഹജ്ജ് 10 ചെയ്യുന്നത്. അങ്ങനെ ഓരോ കർമ്മങ്ങളെയും കൃത്യപ്പെടുത്തുന്ന ഒരേകമാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ കലണ്ടർ എന്ന് പറഞ്ഞാൽ. ഇത് അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്തുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അള്ളാൻ്റെ റസൂല് കൃത്യമായി അത് നിരീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാധനം കലണ്ടർ പ്രിൻ്റ് എടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സോഷ്യൽ സ്റ്റാറ്റസ് എൻ്റെ റസൂല് തന്നെ പറയുന്നുണ്ട്. ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയ്യത്തുൻ ലാ നക്തുബു വലാ നഹ്സുബ് അശ്ശഹറു ഹകദ വഹകദ വഹകദ വശ്ശഹറു ഹകദ വഹകദ വഹകദ. ആ ഉമ്മിയത്ത്, ആ നിരക്ഷരത്വം അതിപ്പോഴും അലങ്കാരമാക്കിക്കൊണ്ട് നടക്കുകയാണ് നമ്മൾ. മാസം ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്, എങ്ങനെ തന്നെ. ഈ ഉമ്മിയത്ത് നമ്മിൽ നിന്നും ഉയർക്കപ്പെട്ടു പോയി. സബബ് ഉയർന്നാൽ മുസബ്ബബും ഉയരേണ്ടതാണ്. ഉസൂൽ ഫിഖ് പഠിച്ച ആളുകൾക്കറിയാം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? നമ്മൾ നിരക്ഷരരായ ആളുകളാണ്, സ്കൂളിൽ പോയിട്ടില്ല, അക്ഷരങ്ങൾ അറിയില്ല, അതുകൊണ്ട് നമ്മുടെ രീതി അങ്ങനെയാണ്. പക്ഷേ അള്ളാൻ്റെ റസൂലിൻ്റെ ഒരു കണക്ക് പോലും തെറ്റിയിട്ടില്ല. അള്ളാൻ്റെ റസൂൽ സഹാബികളോട് ചോദിക്കുന്നുണ്ട്, കം ബഖിയ മിന ശഹർ, റമളാനിലാണ്, സ്വഹീഹായ ഹദീസാണ്, മാസത്തിൽ എത്ര അവശേഷിക്കുന്നു? സഹാബികൾ പറയേണ്ടത് സെമാനിൻ, ഇനി 8 ദിവസം അവശേഷിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലാ ബഖിയ സബ്ഉൻ, 7 ദിവസങ്ങളെ അവശേഷിക്കുന്നുള്ളൂ. ഫൽതമിസുഹല്ലൈല, ഫൽതമിസുഹല്ലൈല, ഇന്ന് നിങ്ങളത് നോക്കൂ, ലൈലത്തുൽ ഖദ്റിനെ ഇന്ന് പ്രതീക്ഷിക്കൂ. എത്ര കൃത്യമായി അള്ളാൻ്റെ റസൂൽ ചന്ദ്രനെ നിരീക്ഷിച്ചിരുന്നു എന്നതിന് തെളിവായ സംഗതിയാണ്. അപ്പോൾ മാസം എന്ന് പറയുന്നത് മുഹാക്കിൻ്റെ ദിവസം, അമാവാസിയുടെ നാളിൽ, നാളെ പത്രങ്ങളിൽ കാണാം, നാളെ 28 ആളുകളുണ്ട്, 29 ആളുകളുണ്ട്. എല്ലാവരും നാളെ പത്രത്തിൽ കൊടുക്കും നാളെ മാസം കാണാൻ. അമാവാസി നാളിൽ മാസം കാണുകയില്ല എന്നതാണ് ശാസ്ത്രം പറയുന്നത്. നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത് ബീച്ചിലേക്ക് പോകാനാണ്. ഇന്ന് ചന്ദ്രൻ്റെ അവസാനത്തെ സൂറത്ത് യാസീൻ പറഞ്ഞ ആദകൽ ഉർജൂനിൽ ഖദീം കണ്ടവരെന്ന് കൈവെക്കും. ഇന്ന് സുബഹിക്ക് ശേഷം മാസം 15 കഴിഞ്ഞാൽ, പൂർണ്ണചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രനെ നമുക്ക് നിരീക്ഷിക്കേണ്ടത് പടിഞ്ഞാറാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് റഹീം സാഹിബിൻ്റെ ക്ലാസ്സിൽ വരും. ഇന്ന് സുബഹിക്ക് പടിഞ്ഞാറ് നേരെ തിരിഞ്ഞ് ക്രസൻറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ്
ഏറ്റവും അവസാനത്തത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അൽ ഉർജൂനുൽ ഖദീം ഇന്ന് നമ്മൾ കണ്ടു. ഇനിയുള്ള ദിവസം, നാളത്തെ ദിവസമാണ് ന്യൂ മൂൺ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഈസ് നോ മൂൺ. അത് കാണുകയില്ല, നഗ്നദൃഷ്ടി കൊണ്ട് കാണുകയില്ല. കാണിച്ചു തരിക എന്ന് പറയുന്നത് ജൂത പാരമ്പര്യമാണ്. ഷോമി അരിനല്ലാഹ ജഹറ, കാണിച്ചു തരൂ. അവലം തുഅ്മിൻ, വിശ്വസിച്ചിട്ടില്ലേ? ഇല്ല. അരിനല്ലാഹ ജഹറ, അത് ജൂത പാരമ്പര്യ. കാണണം കാണണം കാണണം. കാണാത്ത അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, കാണാത്ത മലായിക്കത്തുകളിൽ വിശ്വസിക്കുന്ന നമുക്ക് അമാവാസി ദിവസത്തിൽ ചന്ദ്രനെ കാണണം. ആ ഒരു ക്രൈറ്റീരിയയിൽ തന്നെ നാം പിഴച്ചിരിക്കുന്നു. നമ്മുടെ കണക്ക് എന്ന് പറയുന്നത് മാസാവസാനം അമാവാസി നാളിൽ ചെറിയ ആസ്ട്രോണമിയെക്കുറിച്ച്, ആസ്ട്രോഫിസിക്സിനെ കുറിച്ച് ചെറിയൊരു ധാരണയുള്ള ആളുകൾക്കറിയാം അന്ന് മൂൺ ബർത്ത് സംഭവിക്കുന്നുണ്ട്, ചന്ദ്രൻ ഉദിക്കുന്നുണ്ട്. ഉദിച്ച ചന്ദ്രനെ കാണണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ബർത്ത് വിസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ 12 മണിക്കൂർ വേണം. അതുകൊണ്ട് തന്നെ അന്ന് കാണാൻ വേണ്ടിയുള്ള ആ ഒരു അധ്വാനവും, അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള TV ചാനലുകളുടെ മത്സരങ്ങളും വെറും റേറ്റിങ്ങിന് വേണ്ടിയുള്ള സ്റ്റണ്ട് മാത്രമാണ്. മീഡിയ വൺ അടക്കം, മാതൃഭൂമി അടക്കം, മനോരമ അടക്കം, ദർശന TV അടക്കം എല്ലാ ടിവികളും ഇതിൽ റേറ്റിങ്ങിന് മത്സരിച്ചുകൊണ്ടിരിക്കുക. കാണൂല, അമാവാസി നാളിൽ ചന്ദ്രനെ കാണൂല. വളരെ ചെറിയ ന്യൂനപക്ഷം, വളരെ ചെറിയൊരു സാധ്യത മാത്രമാണ് അമാവാസി നാളിൽ നഗ്നദൃഷ്ടി കൊണ്ട് കാണുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ, ഈ അമാവാസി എന്ന് പറയുന്ന, ന്യൂമൂൺ എന്ന് പറയുന്ന ക്രൈറ്റീരിയ, അത് നിരീക്ഷണത്തിലൂടെ നാം പഠിക്കേണ്ടതാണ്. അപ്പോഴാണ് കലണ്ടർ കൃത്യമാവുകയുള്ളൂ. കലണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഒരു കണക്കും കൃത്യമായ ഒരു കാര്യവും അതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ കലണ്ടർ കൃത്യമാവുക. കലണ്ടർ എന്തുകൊണ്ട് അനിവാര്യമാണ്? 7 Ws പഠിക്കാതെ നമുക്ക് ഒരു സംഗതിയും പഠിക്കാൻ കഴിയില്ല. വാട്ട്, വൈ, വിച്ച്, വെൻ, വേർ, ഹൗ എന്നൊക്കെ പറയുന്ന ചില അനിവാര്യമായ, വളരെ നിർബന്ധമായും പഠിക്കേണ്ടുന്ന ചില സംഗതികളുണ്ട്. കലണ്ടർ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കലണ്ടർ നമ്മുടെ സാമൂഹിക ക്രമത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ അനിമൽ അല്ലല്ലോ, നമ്മളൊരു സോഷ്യൽ അനിമൽ അല്ലേ. നമ്മുടെ സാമൂഹിക പരതയുടെ അടയാളമാണ് നമ്മുടെ കലണ്ടർ. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യവസ്ഥാപിതത്വത്തിന് കലണ്ടർ വേണം. നമ്മുടെ വ്യവസ്ഥാപിതത്വം എന്ന് പറഞ്ഞാൽ 1-ാം തീയതി ആരംഭിക്കുന്ന മാസം എല്ലാവർക്കും 1-ാം തീയതി ആവുക എന്നതാണ്. അതിന് ഏറ്റവും പ്രൈമറി ഒരു ലോജിക്കുണ്ട്, 1 day 1 date എന്ന് പറയുന്നതാണ്. ആ ലോജിക്ക് ഉമ്മത്തിന് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് 1 day in many days എന്ന് പറയുന്ന രീതിയിൽ ആഘോഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ആകാം, ഇനി വേണമെങ്കിൽ ഇനി വ്യാഴാഴ്ചയും ആകുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. ഖല്ലിഹിം യഫ്രഹൂന ഇബ്നു ബാസ് പറഞ്ഞത്. ആളുകൾ സന്തോഷിക്കട്ടെ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ പല ദിവസങ്ങളിൽ ആഘോഷിക്കുന്നത് പ്രശ്നമല്ല ഷെയ്ഖ എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതാണ്, ഖല്ലിഹിം യഫ്രഹു ലിയന്നഹു അയ്യാമു ഈദിൻ ലഹും, അത് അവരുടെ പെരുന്നാളിൻ്റെ ദിവസങ്ങളാണ്. ഖല്ലിഹിം യഫ്രഹു, അവർ സന്തോഷിക്കട്ടോ എന്നാണ്. കണ്ണ് കാണാത്ത അദ്ദേഹത്തിന് ലോകത്ത് മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസത്തെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? ലോകത്ത് വിശ്വാസികളെ ചോദ്യം ചെയ്യുകയാണ് ആളുകൾ, ശാസ്ത്രം അറിയുന്ന ആളുകൾ, എത്തീസ്റ്റുകൾ. നിങ്ങളുടെ പെരുന്നാൾ മാത്രം എന്താ 3 ദിവസം? നമ്മുടെ ആഘോഷങ്ങളെല്ലാം ഓഗസ്റ്റ് 15 ഒന്നല്ലേ വരുന്നുള്ളൂ, ഡിസംബർ 25 ഒന്നല്ലേ വരുന്നുള്ളൂ. നിങ്ങളുടെ പെരുന്നാൾ മാത്രം എന്താ 3 ദിവസം? അതിലൊന്നും ഓർക്കൊരു വിഷമമില്ല. ഖല്ലിഹിം യഫ്രഹു എന്നതാണ്. അപ്പോൾ സാമൂഹിക ക്രമം നമ്മുടെ കൃത്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരു കലണ്ടർ അനിവാര്യമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പും ശേഷവും കൃത്യമായ പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു കലണ്ടർ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അതറിയപ്പെട്ടിരുന്നത് ആമുൽ ഫീൽ, ആമുൽ ഹുസൻ, ആമുസൈൽ, ആമുൽ വുഫൂദ്. ഒരു വർഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാവും. നമ്മുടെ വല്യമാർ പറയും 92 വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണ് നിന്നെ പറ്റുക എന്നൊക്കെ പറയും. 92 എവിടെ വെള്ളപ്പൊക്കം?
നമുക്കൊന്നും ഓർമ്മയില്ല. പക്ഷെ അവർ പറയുന്ന കണക്കെന്ന് പറയുന്നത് മലയാള മാസത്തിലെ കണക്കാ. അന്നൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടാവും. ആമുസൈൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഹിജ്റ കലണ്ടർ സ്ഥാപിക്കപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം ആമുസൈൽ എന്നാണ് അറിയപ്പെടുന്നത്. അന്ന് ഒരുപാട് ആളുകൾ ആ ഫ്ലഡിൽ ഒഴുകിപ്പോയിന്നാണ്. അങ്ങനെയുള്ള വലിയ വലിയ സംഭവങ്ങളായിരുന്നു ചരിത്രത്തിൻ്റെ നാട്ടക്കുറികളായിരുന്നത്. അത് ഒരു രീതിയിൽ ചരിത്രത്തിൻ്റെ അപൂർണതയ്ക്ക് കാരണമാണ്. ഏത് ദിവസമാണ്? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം റബീഉൽ അവ്വൽ 12-നാണോ 14-നാണോ 9-നാണോ? റബീഉൽ അവ്വലിലല്ല, മുഹറത്തിലാണ് എന്ന് പോലും അഭിപ്രായമുണ്ട്. കാരണം എന്താ? ഇങ്ങനെ കൃത്യമായി കുറിക്കാവുന്ന ഒരു തീയതിയില്ലാതെ വർഷം പറയുന്ന ഒരവസ്ഥ വന്നതുകൊണ്ടാണ് ഈ പറയുന്ന ചരിത്രം കൃത്യമല്ലാതെ പോയത്. അപ്പോൾ കൃത്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായൊരു തീയതി വേണം. അത് ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ സംസാരത്തിൻ്റെ അവസാനത്തിൽ വരും. മറ്റൊന്ന്, കലണ്ടറിൻ്റെ മറ്റൊരു ഘടകം നമ്മുടെ ദീനീപരമാണ്, ആരാധനയുടെ വശമാണ്. ഇസ്ലാമികമായ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കലണ്ടറുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ പെൺകുട്ടികളുടെ ബുലൂഗ് പറയുമ്പോൾ, നമ്മുടെ സ്ത്രീകളുടെ ഇദ്ദ പറയുമ്പോൾ നമ്മൾ മനോരമയുടെ കലണ്ടറാണ് നോക്കൽ. എന്നിട്ട് കലണ്ടർ ഇങ്ങനെ വെട്ടിപ്പോകല. 4 മാസവും 10 ദിവസവും മനോരമയുടെ കലണ്ടറല്ല. 3 മാസം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സലാസത്ത് ഖുറൂ എന്ന് പറയുന്നത് മനോരമയുടെ കലണ്ടറല്ല, അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ കലണ്ടറല്ല. അള്ളാഹു പ്രപഞ്ചത്തിൽ ആകാശത്ത് സംവിധാനിച്ചു വെച്ചിരിക്കുന്ന കലണ്ടറാണ്. അതിങ്ങനെ വെട്ടിപ്പോകാനുള്ളതെല്ലാം നിരീക്ഷിച്ചു പോകാനുള്ളതാണ്. 3 മാസമായിട്ടുണ്ടോ ഇല്ലേ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ സംഭവത്തിൽ, ഈലാവിൻ്റെ സംഭവത്തിൽ വളരെ കൃത്യമാണ് അള്ളാഹിൻ്റെ റസൂൽ എത്രമാത്രം സൂക്ഷിച്ചിരുന്നു, നിരീക്ഷിച്ചിരുന്നു എന്നതോ. അങ്ങനെ നിരീക്ഷിച്ചിട്ടാണ് നമ്മുടെ എല്ലാ ഇബാദത്തുകളും ചെയ്യേണ്ടത്. നമ്മുടെ സക്കാത്ത് 365 ദിവസം കൂടുമ്പോൾ കൊടുത്താൽ മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. 365 അല്ലല്ലോ ഇസ്ലാമിൻ്റെ മാനദണ്ഡം. 365 എന്ന് പറയുന്നത് എവിടെയാണ് ഇസ്ലാമിൻ്റെ മാനദണ്ഡമാകുന്നത്? ഇസ്ലാമിൻ്റെ മാനദണ്ഡം നിസാബ് വെക്കുക എന്ന് പറയുന്നത്, ഹൗലാനുൽ ഹൗൽ എന്ന് പറയുന്നത് 355 വരുന്ന ചാന്ദ്രിക വർഷമാണ്. അതിനെന്തറിയണം? അതിന് നമ്മുടെ കലണ്ടറിനെ കുറിച്ച് അറിയണം. കലണ്ടറിൻ്റെ തുടക്കം എന്താണ്, അതിൻ്റെ അവസാനം എന്താണ്, അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്, കൃത്യമായിട്ട് അറിയണം. ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു അനുഷ്ഠാനം ഈ പറയുന്ന കലണ്ടറിൽ ഒന്നുകിൽ സോളാർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ലൂണാർ സിസ്റ്റത്തിൽ പെടാത്തതില്ല. നമസ്കാരം അത് സോളാറുമായി ബന്ധപ്പെട്ടതാണ്. നോമ്പ് അതിൻ്റെ അനുഷ്ഠാന സമയം സോളാറുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ദിവസങ്ങൾ അത് ലൂണാറുമായി ബന്ധപ്പെട്ടതാണ്. പെരുന്നാളുകൾ ലൂണാറുമായി ബന്ധപ്പെട്ടതാണ്. ഹജ്ജ് ലൂണാറുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഏത് സംഗതിയും കലണ്ടറുമായി ബന്ധപ്പെടുത്തുമ്പോഴാണ് അവയ്ക്ക് കൃത്യതയുണ്ടാവുകയുള്ളൂ. ഇതാണ് ഇസ്ലാമിലെ കലണ്ടർ സങ്കല്പം. ഇനി പറയാനുള്ളത്, ഹാരിസ് ഭായ്, മറ്റു മതങ്ങളിൽ ഈ ഒരു സങ്കല്പമുണ്ടോ എന്നതാണ്. ജൂത മതം, അവരുടെ ഒരു കലണ്ടർ ഉണ്ട്. അവരുടെ കൃത്യമായ ഒരു കലണ്ടർ അനുസരിച്ചാണ് അവർ പെസഹ ആഘോഷിക്കുന്നത്, ഈദ് കപൂർ ആഘോഷിക്കുന്നതൊക്കെ. പക്ഷേ പലതും അത് വളരെ പ്രയാസമുള്ള മാസങ്ങളിൽ വരുന്നത് കൊണ്ട് അവർ ഒരു തന്ത്രം പ്രയോഗിച്ചു. ആ തന്ത്രമാണ് മക്കക്കാർ പിന്നീട് പ്രയോഗിച്ചത്. ജൂതന്മാർ പ്രയോഗിച്ചൊരു തന്ത്രമുണ്ട്. അവരൊരു മാസം കൂട്ടി. അങ്ങനെ അവരുടെ പെസഹ കൃത്യമായ ദിവസങ്ങളിൽ വരുന്ന, അല്ലെങ്കിൽ യൗമ കപൂർ എന്ന് പറയുന്നത് കൃത്യമായ ദിവസങ്ങളിൽ വരുന്ന രീതിയിൽ അവരതിനെ സംവിധാനിച്ചു. അതാണ് ജൂതന്മാർ ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം. അവരുടെ കലണ്ടറിനെ അങ്ങനെയാണ് അവർ ഹൈജാക്ക് ചെയ്തത്. ക്രിസ്ത്യാനികൾ ആദ്യകാലം മുതൽ തന്നെ ഗ്രിഗോറിയനാണ്. അവരുടെ രാജാക്കന്മാരെല്ലാം ഈ ഗ്രിഗോറിയൻ കലണ്ടറിൻ്റെ ആളുകളായിരുന്നു. അവരുടെ ഒരച്ഛനായ രാജാവായിരുന്നു ഗ്രിഗോറിയസ്. അയാളാണ് കലണ്ടർ കൊണ്ടുവന്നത് തന്നെ. അതിലുള്ള ഒരുപാട് എറർസ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 11 ദിവസം സ്കിപ്പ് ചെയ്തൊക്കെ ചരിത്രത്തിൽ 11 ദിവസം ഇല്ല. ഗ്രിഗോറിയൻ കലണ്ടറിൻ്റെ 11 ദിവസം സ്കിപ്പ് ചെയ്തൊരു ചരിത്രമുണ്ട്. അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യാനുള്ളതാണ്.
അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും അവരുടെ ആഘോഷങ്ങൾ സോളാർ കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോളാർ കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ എല്ലാ ആഘോഷങ്ങളും. അതുകൊണ്ടാണ് ക്രിസ്മസ് ഡിസംബർ 25 എല്ലാ വർഷവും ഡിസംബർ 25 തന്നെ ആകുന്നത്. എന്നാൽ ഈസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഈസ്റ്റർ ഏപ്രിലെ സെക്കൻഡ് സാറ്റർഡേ, അതിന് ചാന്ദ്ര നിരീക്ഷണമാണ് അവർ ചെയ്യുക. ഈസ്റ്ററിന് മാത്രം അവർ ചാന്ദ്ര നിരീക്ഷണം ചെയ്യും. അതിലെ ഏപ്രിലിലെ ആ മാസത്തിലെ ചാന്ദ്ര കലണ്ടറിൻ്റെ 2ാമത്തെ പൗർണമിയുടെ തൊട്ടടുത്ത ദിവസമായിരിക്കും ഈസ്റ്റർ ആഘോഷിക്കുക. എന്ന് പറഞ്ഞാൽ അവരിലും ജൂദായിസത്തിൻ്റെ അല്പം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഹിന്ദു മതങ്ങളിലും ഹിന്ദു മതദർശനങ്ങളിലും ഈ പറയുന്ന രീതിയിലുള്ള ലൂണി സോളാർ സിസ്റ്റമാണുള്ളത്. ലൂണി സോളാർ ആ കലണ്ടറിനെയാണ് അവർ പഞ്ചാംഗം എന്ന് പറയുക. അവരുടെ യാഗങ്ങൾ, അവരുടെ ഉത്സവങ്ങൾ, ആഘോഷങ്ങളെല്ലാം അതനുസരിച്ചാണ് വരുന്നത്. എന്നാൽ ഇസ്ലാമിന് ഈ പറയുന്ന സിസ്റ്റമായിട്ട് ഒരു ബന്ധവുമില്ല. അള്ളാൻ്റെ റസൂല് ഹജ്ജത്തുൽ വിദായിൽ പറഞ്ഞല്ലോ നസീനെ കുറിച്ച്. ആ നസീ ആണ് അള്ളാൻ്റെ റസൂൽ. ഇന്ന സമാന കദിസ്തദാർ യൗമ കയൗമ ഖലഖ സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞുകൊണ്ട് ഹജ്ജത്തുൽ വിദായിൽ അള്ളാൻ്റെ റസൂലിൻ്റെ ഒരു പ്രഭാഷണമുണ്ട്. അതിൽ പറയുന്നുണ്ട്, കാലം ഇങ്ങനെ കറങ്ങി ശരിയായ ക്രമത്തിലേക്കെത്തി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശരിയായ ക്രമത്തിലേക്കെത്തിയ ഹജ്ജത്തുൽ വദായിൽ സ്ഥാപിതമായ കലണ്ടറാണ് ഇസ്ലാമിൻ്റെ പ്രാമാണികമായ കലണ്ടർ. അതിനു മുമ്പുള്ളത് ആമുകളായിരുന്നു, വർഷങ്ങളായിരുന്നു, അല്ലെങ്കിൽ മാസങ്ങളായിരുന്നു. കൃത്യമായ കലണ്ടർ അന്നു മുതലാണ് ചരിത്രം രേഖപ്പെടുത്തപ്പെടുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ ഷായിർ. നമ്മുടെ സ്വാഗത പ്രസംഗകൻ പറഞ്ഞ ഷായിറുള്ള എന്ന് പറഞ്ഞ കലണ്ടർ അതാണ് നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങിയ കലണ്ടർ. ഹാരിസ് ബൈ, പ്രകൃതിയോട് ഇണങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റമളാൻ എന്നും ഏപ്രിലോ മെയ്യിലോ ആയിരുന്നുവെങ്കിൽ ചൂട് കൊണ്ട് ഇടങ്ങാറാകുമായിരുന്നു. നോമ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക, എപ്പോഴും ഏപ്രിലും മെയ്യിലും വരിക. എന്നാൽ റമളാൻ എല്ലാ മാസങ്ങളിലും വരുന്നുണ്ട്. കാലങ്ങൾ മാറുന്നുണ്ട്, ശൈത്യം വരുന്നുണ്ട്, വസന്തം വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വേനൽ വരുന്നുണ്ട്, ഗ്രീഷ്മം വരുന്നുണ്ട്. എല്ലാ മാസങ്ങളിലും എല്ലാ കാലങ്ങളിലും എല്ലാ സീസണുകളിലും റമളാൻ വരുന്നുണ്ട്, ഹജ്ജ് വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നത് നമ്മുടെ കലണ്ടർ, ഇസ്ലാമിൻ്റെ കലണ്ടർ പ്രകൃതിയോട് ഏറ്റവും അടുത്ത കലണ്ടർ ആയതുകൊണ്ടാണ്. ഇത് ആ അർത്ഥത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും റമളാൻ എല്ലായ്പ്പോഴും ഒരേ മാസത്തിൽ വരികയാണെങ്കിൽ, ഒരേ കാലത്ത്, ഒരേ ചൂടുകാലത്ത് തന്നെ വരികയാണെങ്കിൽ റമളാൻ വല്ലാത്ത പ്രയാസമായിരിക്കും, ഹജ്ജ് വല്ലാത്ത പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങിയ രീതിയിലാണ് നമ്മുടെ കലണ്ടർ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ ഷായിറുള്ള എന്ന് പറയാൻ കാരണം. അത് അള്ളാഹിൻ്റെ മുഅ്ജിസത്താണ്. ഇതിനോടുള്ള നമ്മുടെ സമീപനം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ആദരവിൻ്റെതായിരിക്കണം. എന്നാൽ മറ്റ് കലണ്ടറുകളോട് ഒരു പ്രബോധകൻ എന്ത് നിലപാടാണ് എടുക്കുക? ആത്യന്തികമായി ചില ആളുകൾ മറ്റ് എല്ലാ കലണ്ടറുകളെയും നെഗേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. ഈ ലൂണാർ കലണ്ടർ മാത്രമാണ് ശരി, അത് മാത്രമാണ് അവലംബിക്കുക എന്ന് പറയുന്നത്, അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാൻ്റെ കണക്കിനോട്, സൂറത്ത് യൂനുസിലെ അള്ളാൻ്റെ അധ്യാപനത്തോട് തന്നെ ചെയ്യുന്ന ധിക്കാരമായിരിക്കും. അള്ളാഹു രണ്ടിനെയും നിശ്ചയിച്ചു വന്നിട്ടുണ്ട്. ജഅല അശംസ ളിയാഅൻ വൽ ഖമറ നൂറൻ വഖദ്ദറഹു മനാസില ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്. ചന്ദ്രനെയും നമുക്ക് പരിഗണിക്കാം, സൂര്യനെയും പരിഗണിക്കാം. നമ്മുടെ സോഷ്യൽ, നമ്മുടെ സിവിൽ ആവശ്യങ്ങൾക്ക്, നമ്മുടെ ശമ്പളം വാങ്ങാൻ, നമ്മുടെ സർവീസ് സംബന്ധമായ വിഷയങ്ങൾക്ക് നമ്മൾ അവലംബിക്കുന്നത് ഇപ്പോഴും നമ്മുടെ സോളാർ കലണ്ടറാണ്. എന്നാൽ വിശ്വാസി എന്നുള്ള അർത്ഥത്തിൽ, മുഅ്മിൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഒരിക്കലും മനോരമയുടെ കലണ്ടറല്ല. നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്, നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ പ്രബോധനം നടത്തുന്നത് നമ്മുടെ കലണ്ടറാണ്. നമ്മുടെ മുൻഗണന അത് തന്നെയായിരിക്കണം.
നാം നമ്മുടെ ചരിത്രം മറന്ന സമൂഹമാകരുത്. അരേ അഹമ്മദ് ഷൗക്കി പറഞ്ഞതുപോലെ ഉമ്മത്തൻ നസീഹത്ത് താരീഖ ആയി മാറരുത്. ഇനി പ്രമാണങ്ങളിലുള്ള നമ്മുടെ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. അത് ഒരുപാട് ആയത്തുകളുണ്ട്, എല്ലാ ആയത്തുകളെയും കുറിച്ച് പറയുന്നില്ല. സൂറത്തുൽ ബഖറയിലുള്ള ഒരൊറ്റ ആയത്ത് മാത്രമാണ് നമ്മൾ പറയുന്നത്. യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. നോക്കൂ, മവാഖീതു ലിന്നാസ്, എത്ര സുന്ദരമായ പ്രയോഗമാണ്. മവാഖീതു ലിന്നാസ്, ജനങ്ങൾക്കുള്ള കണക്കാണ് എന്നാണ് പറഞ്ഞത്. അഹില്ല എന്നാണ് പറഞ്ഞത്, ഹിലാലല്ല. ഹിലാലൈനി അങ്ങനെയല്ല. ഹിലാലിൻ്റെ ജമ്മ് അഹാലിയിലാണ്. ഹിലാലിൻ്റെ ഭാഷാപരമായ ജമ്മ് പ്ലൂറൽ അഹാലിയിൽ എന്നാണ് പറഞ്ഞത്. ഇവിടെ അഹില്ല എന്നാണ് പറഞ്ഞത്. അഹില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിബിളായ എല്ലാ മൂണിനെയും പറയുന്ന പേരാണ്. അത് കൃത്യമായി നിരീക്ഷിക്കുകയാണെങ്കിൽ യസ്അലൂനക അനിൽ ഹജ്ജ് ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, അത് നമ്മുടെ യാത്ര പുറപ്പെടൽ മുതൽ വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ, അവിടെ മുതലുള്ള എല്ലാ ദിവസങ്ങളും നിരീക്ഷിക്കുക എന്നതാണ് ഹിലാൽ എന്നതിൻ്റെ അർത്ഥം. റുയത്ത് എന്ന് പറയുന്ന വാചകത്തിൽ കൊണ്ടുപോയി നമ്മുടെ സമുദായം കൊണ്ടുപോയിട്ടിരിക്കുന്നത് സൂമു ലി റുയത്തിഹി വ അഫ്തറു ലി റുയത്തിഹി വൈൻ ഗുമ്മ അലൈക്കും ഫഖ്ദുറു ലഹു. ഹദീസിനെ പൂർണ്ണമായി ഉദ്ധരിക്കാനുള്ള സന്മനസ് പോലും കാണിക്കുന്നില്ല. ഈ ഹദീസ് നമ്മുടെ ഉമ്മത്ത് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ശരിക്കും ജഅലല്ലാഹുൽ അഹില്ലത മവാഖീത ലിന്നാസി ഫസൂമു ലി റുയത്തിഹി വ അഫ്തറു ലി റുയത്തിഹി നാം. അള്ളാഹു ഹിലാലുകളെ മീക്കാത്താക്കിയിരിക്കുന്നു, അതിനെ നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾക്കുള്ള കണക്കാക്കിയിരിക്കുന്നു, അത് നിങ്ങൾ നിരീക്ഷിക്കുക എന്നാണ് പറഞ്ഞത്. റുയത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നിരീക്ഷണം, ഒബ്സർവേഷൻ എന്നാണ് അർത്ഥം. ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുക എന്നുള്ള അർത്ഥത്തിലല്ല, നിരീക്ഷണമാണ്. നിരീക്ഷണത്തിന് ഒരു സെക്കൻഡുള്ള കാഴ്ച പോരാ. ഒരാളെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അയാളുടെ പുറപ്പെടൽ മുതൽ അയാളുടെ അടക്കവും അനക്കവും എല്ലാം അടക്കം നിരീക്ഷിക്കണം. അപ്പോഴാണ് ഈ മാസം എപ്പോഴാണ് അവസാനിക്കുക എന്ന് മനസ്സിലാക്കുക. ഒരാളുടെ പ്രകൃതം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അയാൾ വീട്ടിൽ നിന്നിറങ്ങി അയാൾ വീട്ടിലെത്തി അയാളുടെ വീട്ടിലുള്ള അയാളുടെ അടക്കങ്ങളും അനക്കങ്ങളും അടക്കം നിരീക്ഷിക്കുമ്പോഴാണ് അയാളുടെ പ്രകൃതം എന്താണെന്ന് മനസ്സിലാകുക. എന്നതുപോലെ മാസത്തെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതാ. മാസത്തെ നിരീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 0 മുതൽ അതിൻ്റെ അവസാനത്തെ വിസിബിളാകുന്ന അവസ്ഥ വരെ നിരീക്ഷിക്കണം. അപ്പോഴാണ് മാസത്തെ നിരീക്ഷിച്ചു എന്ന് പറയാൻ കഴിയുക. അതിനെയാണ് ഇബ്സാർ എന്ന് പറയുന്നത്, ബസർ എന്ന് പറയുന്നത്, കാഴ്ച എന്ന് പറയുന്നത് അതിനെയാണ്, ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അതിനെയാണ്. അതാണ് അള്ളാൻ്റെ റസൂൽ ഇവിടെ പ്രോത്സാഹിപ്പിച്ചത്. അല്ലാതെ മഗ്‌രിബിൻ്റെ നേരത്ത് പോയിട്ട് നിസ്കാരം കളഞ്ഞുകൊണ്ട് കാണുന്ന ഒരു സംസ്കാരം, ഒരു പാരമ്പര്യം ഇസ്ലാമിക ചരിത്രത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് നമ്മുടെ ഉസ്താദുമാർ, ഖാദിമാർ ആഹ്വാനം ചെയ്യുന്നത് അമാവാസി നാളിൽ ചന്ദ്രനെ കാണാനുള്ള ആഹ്വാനമാണ്. അത് കാണുക ഈ പറയുന്ന നഗ്നദൃഷ്ടി കൊണ്ടുള്ള കാഴ്ചയാണ്. വാസ്തവത്തിൽ നഗ്നദൃഷ്ടി കൊണ്ടുള്ള കാഴ്ചയല്ല. അർ-റുഅൽ ബസറിയ എന്ന് പറയുന്നതിനെ കാഴ്ചയായിട്ടോ ഇൽമായിട്ടോ പണ്ട് ഒരു കൃത്യമായ കണക്കായിട്ടോ ഇസ്ലാമിക ലോകം മാത്രമല്ല ശാസ്ത്രലോകവും മനസ്സിലാക്കുന്നില്ല. ഇനിയുള്ളത് ഖുലഫാഉർ റാഷിദയുടെ കാലത്തിൻ്റെ കലണ്ടറിനെ കുറിച്ചാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹമാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സംഗതി പോയി പറയുന്നത്. നമ്മളിങ്ങനെ കത്തുകളിങ്ങനെ വരുന്നുണ്ട്, സർക്കുലർ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഷവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഏത് ദുൽഖഅദ്, ഏത് ദുൽഹിജ്ജ, ഏത് ഷവ്വാൽ ഒന്ന് കൃത്യമായിട്ടൊന്ന് എഴുതിക്കൂടെ? ഇത് ഉമർ റളിയല്ലാഹു തആല അൻഹു മജ്ലിസ് ഷൂറയിൽ വെച്ചു. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതെ, അങ്ങനെ ഒന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെടണം. ചർച്ച നടന്നു. പലരും പലതാ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് അദ്ദേഹത്തിൻ്റെ ജന്മമാകണം, അദ്ദേഹത്തിൻ്റെ വഫാത്താകണം, അല്ല അദ്ദേഹത്തിൻ്റെ ഹിജറയാകണം. പല അഭിപ്രായങ്ങളുമൊന്നും അങ്ങനെ അവസാനം ഹിജറ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ അവർ യോജിക്കുകയായിരുന്നു. അങ്ങനെ ഹിജറ എന്ന് പറയുന്ന ഒരു ഏകകത്തിൽ, ഒരു യൂണിറ്റിൽ അവരെത്തുകയും
ആ വർഷം ഹിജറ കലണ്ടർ ആരംഭിക്കുകയുമാണ് ചെയ്തത്. അതാണ് നമ്മളിന്ന് അനുഷ്ഠിക്കുന്ന, നമ്മളിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഹിജറ കലണ്ടർ എന്ന് പറയുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലത്ത് ഹിജറ 17ാമത്തെ വർഷമാണ് ഈ ഒരു കൃത്യമായ ഒരു സർക്കുലർ ഉണ്ടാകുന്നത്. അത് അള്ളാഹു നിശ്ചയിച്ച കലണ്ടർ എന്ന് പറയുന്നത് ആകാശത്തുള്ള കലണ്ടറാണ്. അത് അതിപുരാതനമാണ്, അനാദികാലം മുതലുള്ളതാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുള്ള കാലം മുതലേ ഉണ്ട്. അതിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല. പക്ഷെ അതിനെ കൃത്യപ്പെടുത്തുക എന്ന് പറയുന്ന, തക്വീം എന്ന് പറയുന്ന ഒരു സംഗതി, ആ ഒരു പ്രൊസീജിയർ ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് ചെയ്തത്. അതാണ് നമ്മുടെ മാസം, അതാണ് നമ്മുടെ കലണ്ടർ, അതാണ് നമ്മുടെ താരീഖ്, അതാണ് നമ്മുടെ പാരമ്പര്യം, അതാണ് നമ്മുടെ ലെഗസി. ഈ ലെഗസിയുടെ, ഈ പാരമ്പര്യത്തിൻ്റെ ഒരു തിരിച്ചെടുപ്പ്, അതിൻ്റെ ഒരു റീഗെയിൻ, അതിൻ്റെ ഒരു റീകോൾ, അതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സെമിനാർ ഇവിടെ നടത്തുന്നത്. അതുകൊണ്ടാണ് ഇതൊരു മസ്ലഹത്താണെന്ന് പറഞ്ഞത്, വിദഗ്ധാകുന്നില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില സംഗതികൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഒന്ന്, കലണ്ടർ നമ്മളിൽ ഉണ്ടാക്കുന്നത് ഒരു കൃത്യതയാണ്. സമയബോധം എന്ന് പറയുന്ന ഒരു കൃത്യത. പലപ്പോഴും സമയബോധമില്ലാത്തതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. മറ്റൊന്ന്, നമ്മുടെ കലണ്ടറാണ് തൗഹീദിലേക്കുള്ള ഒരേ ഒരു മാർഗം. മൗദൂദി സാഹിബ് തഫീമുൽ ഖുർആനിൽ ഇന്നമൻ നസിയു സിയാദത്തുൻ ഫിൽ കുഫർ സൂറത്ത് തൗബയുടെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, പ്രാപഞ്ചികമായ മാസഗണനയെ ഇവർ കൃത്രിമമായ ഒരു മാസം നിശ്ചയിച്ചുകൊണ്ട് അതിലേക്ക് മാറ്റി. മൗദൂദിയുടെ വീക്ഷണത്തിൽ ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞൊരു ചർച്ചയുണ്ട്. വിധികളെ തീരുമാനിക്കാൻ, ലോകത്തിൻ്റെ പ്രകൃതിയുടെ നിയമത്തെ നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ? അള്ളാഹുവിനുള്ളൂ എന്നാണ്. അത് മൂല്യക്കന്മാർക്ക് കൊടുത്തതാണ് ഇന്നത്തെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. 3 ദിവസമായിട്ട് പെരുന്നാൾ ആഘോഷിക്കപ്പെടാനുള്ള കാരണം പ്രാപഞ്ചികമായ തക്വീനിയായ ഒരു തശ്രീയുണ്ട്, പ്രകൃതിപരമായ ഒരു നിയമവ്യവസ്ഥ. അത് നമ്മൾ ഉസ്താദുമാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു, മഹല്ല് കാരണവന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു, കാളുകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ സംഘടനകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അതോടുകൂടി നമുക്ക് 3 കലണ്ടറായി, 3 ദിവസമായി അല്ലെങ്കിൽ 4 ദിവസമായി. ഇത് നമ്മുടെ തൗഹീദിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നമ്മുടെ കലണ്ടറാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവും. ഇതിൻ്റെ പ്രചാരകരാവുക എന്നതാണ് ആദ്യമായി എൻ്റെ സഹോദരന്മാരോട് ഉണർത്താനുള്ളത്. അപ്രകാരം തന്നെ അതിൽ നമുക്ക് വന്നു പോകുന്ന ഒരു തെറ്റുണ്ട്. കലണ്ടർ പറയുമ്പോൾ അല്ലെങ്കിൽ ചരിത്രം പറയുമ്പോൾ നമ്മൾ AD എന്ന് പറയാറുണ്ട്. ഇത് നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. എന്താ AD എന്ന് പറഞ്ഞാൽ? എല്ലാ പത്രങ്ങളിലും ഉണ്ടാകാറുണ്ട് AD. അത് ഏത് പ്രസ്ഥാനത്തിൻ്റെ പത്രം എന്നൊന്നുമില്ല, AD പറയാറുണ്ട്. പത്രങ്ങളായാലും മാസികകളായാലും തീയതി പറയുമ്പോൾ, താരീഖ് പറയുമ്പോൾ AD പറയും. 670 ഏപ്രിൽ 20 AD. AD എന്താ? അന്നോ ഡൊമിനി എന്നാണ്. അന്നോ ഡൊമിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിൻ്റെ വർഷം എന്നാണ്. നമ്മുടെ ദൈവത്തിന് വർഷമുണ്ടോ? നമ്മുടെ ദൈവം അസ്ലിയാണ്, എറ്റേണലാണ്, ഇൻറ്റേണലാണ്, അനാദിയാണ്, ആരംഭമില്ലാത്തവനാണ് എന്നതാണ് നമ്മുടെ വിശ്വാസം. അസ്ലിയാണ്, അബദിയാണ് എന്നതാണ് നമ്മുടെ വിശ്വാസം. പിന്നെ അന്നോ ഡൊമിനി നമ്മളെങ്ങനെ പറയാം? അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്നും അറിയാതെ വന്നു പോകുന്ന ചില ശിർക്കുകൾ അല്ലാഹ് പുറത്തു തരട്ടെ. നമ്മളിൽ നിന്നും അറിയാതെ വന്നു പോകുന്ന, നമ്മുടെ പത്രങ്ങളിലൂടെ, നമ്മുടെ മാഗസിനുകളിലൂടെ, നമ്മുടെ പുസ്തകങ്ങളിലൂടെ അറിയാതെ നമ്മളെ ഫീഡ് ചെയ്യപ്പെട്ടു പോകുന്ന ഒരു തെറ്റാണ്, ഒരു ഷിർക്കാണ് അന്നോ ഡൊമിനി. അതിനെ നമ്മളിപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യുക, അൺലേൺ ചെയ്യുക. അതിനെ നമ്മൾ മറന്നു കളയുക. AD എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. പരമാവധി നമുക്ക് വേണമെങ്കിൽ CE എന്ന് പറയാം. CE എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ എറ എന്നാണ്. പൊതുവെ ജനങ്ങൾ ഉപയോഗിക്കുന്നത് കോമൺ എറ എന്നുള്ള അർത്ഥത്തിലാണ്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. എന്താണ്? ജൂൺ 14 ഞായറാഴ്ച 2026 CEയിൽ. അത് ഒരു കോമൺ എറ എന്നുള്ള നിലക്ക് നമുക്കത് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ AD എന്ന് പറയുന്നത് ബോധപൂർവം നമ്മുടെ കലണ്ടറിൽ നിന്നും, നമ്മുടെ നിഘണ്ടുവിൽ നിന്നും, വിശ്വാസികൾ എന്നുള്ള നിലക്ക്, കലണ്ടറിൻ്റെ പ്രബോധകർ എന്നുള്ള നിലക്ക്
അതിനെ നമ്മുടെ നിഘണ്ടുവിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ കലണ്ടറിൻ്റെ സന്ദേശം നമ്മൾ മനസ്സിലാക്കിയത് ബല്ലിഗു അന്നി വലൗ ആയ, നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കുക. അന അവ്വലുൽ മുസ്ലിമീൻ, ഞാനതിൻ്റെ ആദ്യത്തെ പ്രചാരകനാണ് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഉദ്യമത്തെ വിജയിപ്പിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വ ആഖിർ ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.